ഒരു ആരാധന വർഷത്തിൽ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മ പെരുന്നാളുകൾ ധാരാളമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ പങ്കാളികളും അതിന് സാക്ഷികളുമാണ് പരിശുദ്ധന്മാരും ശുദ്ധിമതികളും. അവരിലൂടെ കർത്താവിൻ്റെ മഹത്വം എത്ര കണ്ട് മഹത്വീകരിക്കപ്പെട്ടെന്ന് പരിശോധിക്കുവാനും അതിൽ നിന്ന് നല്ല പാഠം ഉൾക്കൊള്ളുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുവാനും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മ പെരുന്നാളുകൾ നമുക്ക് അവസരം നൽകുന്നുണ്ട്. കർത്താവിൻ്റെ രക്ഷാകര ജീവിതത്തോട് ബന്ധിപ്പിച്ചു മാത്രമേ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മ പെരുന്നാളുകൾക്ക് പ്രസക്തിയുള്ളൂ. പരിശുദ്ധന്മാരുടെ പെരുന്നാളുകളിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളാണ് ഒരു ആരാധന വർഷത്തിൽ കൂടുതൽ നാം ആചരിക്കുന്നത്. ഒന്നാമത് വചനിപ്പ് പെരുന്നാൾ ഒരു ആരാധന വർഷത്തിൽ 2 പ്രാവശ്യം ആചരിച്ചു വരുന്നുണ്ട്. നവംബർ മാസം 3-ാമത്തെയോ 4-ാമത്തെയോ ഞായറാഴ്ച. അതുപോലെ അനിശ്ചിത പെരുന്നാളിൻ്റെ ക്രമത്തിലും മാർച്ച് 25-ന് നിശ്ചിത പെരുന്നാളിൻ്റെ ക്രമത്തിലും. മാർച്ച് 25-ന് ദുഃഖവെള്ളിയാഴ്ചയാണെങ്കിൽ പോലും അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയുടെ ക്രമം ആരംഭിക്കുകയുള്ളൂ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് അപ്രകാരം ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഏകദേശം 46 വർഷം കഴിയണം. രണ്ടാമതായിട്ട് ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാളാണ് ഡിസംബർ 26. മൂന്നാമത് വിത്തുകൾക്ക് വേണ്ടി ദൈവമാതാവിൻ്റെ പെരുന്നാൾ ജാനുവരി 15. നാലാമത് കതിരുകൾക്ക് വേണ്ടി ദൈവമാതാവിൻ്റെ പെരുന്നാളാണ് മെയ് 15. അഞ്ചാമത് ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഓഗസ്റ്റ് 15. ആറാമത് മാതാവിൻ്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ 8. ദൈവമാതാവിന് സഭ നൽകുന്ന സ്ഥാനവും വിശ്വാസികൾക്ക് മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള ആഴമായ വിശ്വാസവുമാണ് ഈ പെരുന്നാളുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പെരുന്നാളുകളും ഔദ്യോഗികമായിരുന്നാലും അനൗദ്യോഗികമായിരുന്നാലും സ്വയം ശുദ്ധീകരിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വിശുദ്ധ മാതാവ് ആരാണ്? ജീവനുള്ളവരുടെ മാതാവാണ്. മനുഷ്യവർഗത്തിൻ്റെ മാതാവാണ്. സ്ത്രീകളുടെ നിന്ന നീക്കിക്കളഞ്ഞവളാണ്. മാതാവ് നസ്രത്തിലെ മാണിക്യമാണ്. താഴ്മയെ ഏറ്റുപറയുന്നവളാണ്. വിശുദ്ധ മാതാവിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ദൈവേഷ്ടത്തിന് വിധേയമാക്കി സബ്മിഷൻ ടു ദ വിൽ ഓഫ് ഗോഡ് എന്നവിടെ കാണുന്നുണ്ട്. രണ്ടാമത് എളിമയും ശാന്തതയുമുള്ള ആത്മാവ്, എ വുമൺ ഓഫ് ഹ്യൂമിലിറ്റി, ക്വയറ്റ് ആൻഡ് സ്പിരിറ്റ്. മൂന്നാമത് പ്രകടനമില്ലാത്ത ഭക്തി നിറഞ്ഞവളായിരുന്നു, എ വുമൺ ഓഫ് ഹംബിൾ പൈറ്റി ആൻഡ് ഒബീഡിയൻസ്. നാലാമതായിട്ട് സ്വയം അടക്കമൊതുക്കമുള്ളവളായിരുന്നു, എ വുമൺ ഓഫ് സെൽഫ് കൺട്രോൾ. അഞ്ചാമതായിട്ട് യേശുവിനോടുള്ള ഭക്തി നിറഞ്ഞവളായിരുന്നു, ഡിവോഷൻ ടു ജീസസ്. ദൈവത്തെ പ്രസവിച്ച പരിശുദ്ധ കന്യക മറിയം മഹത്തായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉദാത്തമായ പ്രതീകമാണ്. മനുഷ്യരായി പിറന്നവരിൽ ഈ അമ്മയോളം ഉന്നതി പ്രാപിച്ചിട്ടുള്ള ആരുമില്ലെന്ന് പരിശുദ്ധ പിതാക്കന്മാർ സാക്ഷിക്കും. ദൈവപുത്രന്റെ ദൈവത്വവും മനുഷ്യത്വവും ഭേദം കൂടാതെ സംയോജിപ്പിച്ച് വസിച്ച ആലയമാണ് പരിശുദ്ധ കന്യകമറിയാമിനെ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തെ ഉദരത്തിൽ വഹിക്കുവാൻ ഭാഗ്യമുണ്ടായ വിശുദ്ധ കന്യകമറിയാം തലമുറകളുടെ പ്രകാശ ഗോപുരമായി ഇന്നു മുതൽ
എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. വിശുദ്ധ ലൂക്കോസ് 1-ാം 48-ാം വാക്യം. ദൈവമാതാവ് അറിഞ്ഞുകൊണ്ട് തന്നെ കാൽവറി ക്രൂസിൽ ബലിയായി മകനെ സമർപ്പിക്കുകയായി. പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന ഹെർമനസ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീയുടെ പരമമായ ഭാഗ്യം ഒരു രക്തസാക്ഷിയുടെ മാതാവിൻ്റെ നിലയിൽ കന്യക മറിയാം ലോകത്തിന് മുഴുവൻ ആദരണീയ തന്നെ. ക്രൂസിൽ മരിച്ച തൻ്റെ പുത്രനെ മടിയിൽ കിടത്തി തീവ്ര ദുഃഖത്തിൽ മുഴുകിയിരുന്ന വിശുദ്ധ മാതാവിൻ്റെ ചിത്രം വിശുദ്ധ ചിത്രകാരന്മാരെല്ലാം വരച്ചു കാട്ടിയിട്ടുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം അമ്മയുടെ ദുഃഖം തളം കെട്ടിയിട്ടുണ്ടെങ്കിലും മകനെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി സമർപ്പിച്ചതിന് പ്രകാശം പ്രതിഫലിക്കുന്നത് കാണും. ഓരോ വർഷവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രകാശം പരത്തുന്ന അനുഭവമാണ് എട്ടുനോമ്പാചരണം. അമ്മയുടെ സജീവ സാന്നിധ്യം ഇവിടെ നാം ദർശിക്കുന്നു. കാനാവിലെ കല്യാണ ഭവനത്തിൻ്റെ കുറവുകളെ പരിഹരിച്ച അമ്മ ഇതാ 8 നോമ്പുവേളയിൽ നമുക്ക് വേണ്ടി ദേവാലയത്തിൽ മധ്യസ്ഥത അണയ്ക്കുന്നു. ആ കണ്ണീരിനെ മറികടക്കുവാൻ പുത്രൻ തമ്പുരാന് കഴിയുകയില്ല. കാരണം മാനുഷവേഷം ധരിച്ച് സർവശക്തനായ ദൈവം ഗർഭസ്ഥ ശിശുവായി കഴിഞ്ഞത് ആ അമ്മയുടെ ഉദരത്തിൽ. അവർക്ക് വീഞ്ഞില്ല എന്ന് മാതാവ് പറയുമ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. സുറിയാനി സാമ്യമുള്ള അറമയ ഭാഷയിൽ കർത്താവ് പറയുന്നത് മോയ് എന്ന് പറഞ്ഞാൽ എന്ത്, ലീ എന്ന് പറഞ്ഞാൽ എനിക്കും, ഉലേക്ക് എന്ന് പറഞ്ഞാൽ നിനക്കുമെന്നാണ്. തമ്മിൽ എന്ന പദം അവിടെ മൂലഭാഷയിൽ ഇല്ല. ഗുഡ് ന്യൂസ് ബൈബിളിൽ കാണുന്നുണ്ട് യു മസ്റ്റ് നോട്ട് ടെൽ മീ വാട്ട് ടു ഡു എന്ന് കാണുന്നുണ്ട്. ഓപ്പൺ ബൈബിളിൽ വാട്ട് ഡസ് യുവർ കൺസേൺ ഡു വിത്ത് മീ എന്ന് കാണുന്നുണ്ട്. പോപ്പുലർ കമന്ററിയിൽ വാട്ട് ഹാവ് വി ടു ഇൻ കോമൺ വിത്ത് ദിസ്. ഒരു വ്യാഖ്യാനം മാർക്കിലെ കമന്ററിയിൽ ഡോണ്ട് വറി യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ഓൺ, ലീവ് തിങ്സ് ടു മീ ആൻഡ് ഐ വിൽ. ഒരു ഭാഷാന്തരത്തിലും വ്യാഖ്യാനത്തിലും ഇല്ലാത്തതാണ് തമ്മിൽ എന്ന പദം. അത് ബൈബിൾ രണ്ടാമത് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് അങ്ങനെ തമ്മിൽ നിന്നുള്ള വാക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. സ്ത്രീ എന്ന വിളി സ്നേഹമില്ലായ്മയുടെയോ അവഹേളനത്തിൻ്റെയോ വിളിയല്ല, ഭാഷയുടെ പ്രത്യേകതയാണ്. മാതാവിൻ്റെ സംരക്ഷണ ചുമതല യോഹന്നാനെ ഏൽപ്പിച്ചപ്പോൾ പറഞ്ഞ വാക്കും ഇതുതന്നെയാണ്. എന്താ പറഞ്ഞത്? സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ഓരോ വർഷവും 8 നോമ്പിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുമ്പോൾ ആ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. മറിയാം ദൈവമാതാവാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മറിയാം പ്രസവിച്ച യേശു ദൈവമായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തെ ആസ്പദമാക്കിയിരിക്കുന്നു. ദൈവമാതാവെന്ന് മറിയമിനെ ആദ്യം വിളിച്ചത് നാം ആരുമല്ല, പരിശുദ്ധാത്മ പ്രേരിതയായ എലിസബത്താണ്. കൃപ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞത് ഗബ്രിയേൽ, ദൈവം അയച്ച ഗബ്രിയേൽ ദൂതനാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭയുടെ കിന്നരമെന്നറിയപ്പെട്ടിരുന്ന അപ്രേം പിതാവ് പറയുന്നുണ്ട്, പിതാവ് ഒരുവരെ ജനിപ്പിക്കുകയും കന്യക മറ്റൊരുവനെ പ്രസവിക്കുകയുമല്ല ചെയ്തത്. പിതാവ് ജനിപ്പിച്ച ആളെ തന്നെയാണ് കന്യക പ്രസവിച്ചത്. അതുകൊണ്ട് മറിയം ദൈവമാതാവ് തന്നെ. അതാണ് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നത്. ദൈവത്തിൽ നിന്നുള്ള സത്യദൈവമെന്ന്. യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെ ദൈവം നമ്മോടുകൂടെ എന്നാണ്. യേശു ദൈവമെങ്കിൽ മറിയം ദൈവമാതാവാണ്. ആ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരുവാനും ബലിയർപ്പിക്കാൻ അവസരമൊരുക്കി തന്ന കമ്മിറ്റി അംഗങ്ങളോടും ഇടവുകാരിയോടുള്ള പ്രത്യേക സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.